ഈ അടിസ്ഥാനപരമായിട്ട് ഈ ജില്ല എന്താണ് എന്നൊന്ന് മനസ്സിലാക്കണം. ഇവിടെ ഇർഷാദും എന്റെ സ്നേഹിതൻ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞത്. ജില്ല ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് പറയുമ്പോൾ ജില്ല ഇൻവെസ്റ്റ്മെന്റ് ആണോ എക്സ്പെൻഡിച്ചർ ആണോ? ബേസിക്കലി എന്താണ് ജില്ല? ജില്ല നിയമപരമായിട്ട് ജില്ലയുടെ ഡെഫിനിഷൻ എവിടെ പറയുന്നു? ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല. അതായത് ഭരണഘടനയിൽ പറയുന്ന ഒരു സംവിധാനമേ അല്ല ജില്ല. പലപ്പോഴും ഇവിടെ പറഞ്ഞു വന്നപ്പോൾ ഇത് ഇന്ന സംസ്ഥാനത്തിന് ഇത്ര ജില്ലകളുണ്ട്, ഈ ജില്ലകൾ കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഒന്നും അല്ല. ജില്ല എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടീവ് ഡിസിഷനിൽ തയ്യാറാക്കപ്പെടുന്ന ഭരണ സംവിധാനത്തിന്റെ സൗകര്യത്തിന് വേണ്ടി തയ്യാറാക്കപ്പെടുന്ന ഒരു ബോഡി മാത്രമാണ്. അപ്പോൾ ഈ ജില്ല വിഭജിക്കണം എന്നൊക്കെ പറയുമ്പോഴേ ഈ മാപ്പ് എടുത്തിട്ട് അതിൽ ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നതല്ല ജില്ലയുടെ വിഭജനം. 47 ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട് സംസ്ഥാന ഗവൺമെന്റിന്. ഈ 47 ഡിപ്പാർട്ട്മെന്റിനും പാരലായിട്ട് ഡിസ്ട്രിക്ട് വൈസ് ഓഫീസസ് വരുന്നുണ്ട്. ഒരു ജില്ലാ വിഭജനം എന്ന് പറയുമ്പോൾ കളക്ടറേറ്റ് വിഭജിക്കുന്നത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഡിസ്ട്രിക്ട് പോലീസ് ചീഫ്, DMOയുടെ ഓഫീസ്, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസ്, ഡിസ്ട്രിക്ട് രജിസ്ട്രാറുടെ ഓഫീസ്, ജില്ലാ കോടതികള്, പാരലായിട്ട് 27-30ഓളം സംവിധാനങ്ങൾ ഡിവൈഡ് ചെയ്യപ്പെടുകയാണ്. ഒരു ജില്ലാ കളക്ടറേറ്റ് ഡിവൈഡ് ചെയ്യപ്പെടുമ്പോൾ 250 മുതൽ 300ഓളം സ്റ്റാഫ് അവിടേക്ക് വേണം. ഒരു മാസത്തെ എക്സ്പെൻഡിച്ചർ മാത്രം സ്റ്റാഫ് സാലറി നിയർ അബൌട്ട് 3 to 4 crores ആണ് വരുന്നത്. എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് തന്നെ വരുന്ന 1000 to 1500 crores. എന്താ ഇതിന്റെ മാനദണ്ഡം? ജില്ല ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ മലപ്പുറംകാരോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി, എറണാകുളംകാരോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, എന്താ ഇതിന്റെ മാനദണ്ഡം? ജനസംഖ്യയാണോ? ദൂരമാണോ? ജനസംഖ്യയാണെന്നുണ്ടെങ്കിൽ 1 കോടിയിൽ പരം ആൾക്കാർ താമസിക്കുന്ന മഹാരാഷ്ട്രയിലെ താനെ ഇന്നേ വരെ ജില്ല വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. താനെയിൽ നടക്കുന്ന ഡെവലപ്മെന്റ് കേരളത്തിലെ ഏതെങ്കിലും ജില്ലയിൽ നടക്കുന്നുണ്ടോ? കേരളത്തിൽ 40 ലക്ഷത്തിൽ പരം ആളുകൾ താമസിക്കുന്നു എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ തിരൂര് വേണം ജില്ലയായിട്ട് അടുത്തത് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് ആണോ അടുത്തത്? ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള മലപ്പുറം ജില്ലയുടെ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് 27 കിലോമീറ്റർ മാത്രമേ തിരൂരിനുള്ളൂ. എന്നാൽ എന്തുകൊണ്ട് നിലമ്പൂർ ആയിക്കൂടാ? എന്നാൽ 65 കിലോമീറ്റർ അപ്പുറത്തുള്ള നിലമ്പൂരുണ്ടല്ലോ. ഇനിയും ഡിസ്റ്റൻസ് ആണ് ഈ ഭരണ സംവിധാനത്തിന്റെ സൗകര്യം എന്നുണ്ടെങ്കിൽ ഈ പല ജില്ലകളും നമുക്ക് എടുത്തു നോക്കാം. ഗവി 115 കിലോമീറ്റർ ആണ് പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന്. അവിടെ ജില്ല കൊടുക്കുവോ? അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ നിന്നും വാഗമണ്ണിലേക്കുള്ള ദൂരം ഏകദേശം 80ഓളം കിലോമീറ്റർ. ജില്ല കൊടുക്കുവോ? ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് പൈനാവിൽ നിന്ന് ഇടുക്കി ജില്ലയിൽ നിന്ന് കുമളിയിലേക്കുള്ള ദൂരം 101 കിലോമീറ്റർ. ജില്ല കൊടുക്കുവോ? മൂന്നാറിലേക്കുള്ള ദൂരം 102 കിലോമീറ്റർ. ജില്ല കൊടുക്കുവോ? അങ്ങനെ ഡിസ്റ്റൻസ് അനുസരിച്ച് ജില്ലയെ ഡിവൈഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് എക്സിക്യൂട്ടീവ് മിഷനറി ചലിപ്പിക്കുന്ന ഒരു ഒറ്റയാൾക്ക് പോലും ഇന്ന്